ഹേ മാധവ മുരളീധര മഴമുകിൽ വർണ്ണ നിന്റെ കനകാങ്കിത ശ്രീവത്സ കൗസ്തുഭം തൊഴാം. നരപാലക ജഗദീശ്വര കരുണാമയ നാരായണ ഗുരുവായൂരമ്പാടി കൃഷ്ണ മുരാരേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നേ നമുക്ക് കൃഷ്ണനെ പ്രണയിച്ച കുബ്ജയുടെ കഥ കേട്ടാലോ. കൃഷ്ണനെ പ്രണയിച്ച കുബ്ജയുടെ കഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തർക്കും സാദര പ്രണാമം. കുബ്ജയുടെ കഥ അറിയണമെങ്കിൽ ആദ്യം നമുക്ക് അതറിയാനായി ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ത്രേതായുഗത്തിലെ ശൂർപ്പണഖയെ എല്ലാവരും അറിയുമല്ലേ. രാമനോടുള്ള പ്രേമത്താൽ വിവാഹം ചെയ്യാൻ മോഹിച്ചു. ഒടുവിൽ ഏകപതിവ്രതനായ ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കുമുറിച്ചു. എന്നാൽ ആ ശൂർപ്പണഖ ദ്വാപരയുഗത്തിൽ പുനർജനിക്കുകയുണ്ടായി. അതാണ് കുബ്ജ ത്രിവക്ര. കംസനും ഉള്ള ചന്ദനവും സുഗന്ധലേപനങ്ങളും രാജധാനിയിൽ എത്തിക്കുന്നത് കുബ്ജ ആയിരുന്നു. ചന്ദനലേപനവും സുഗന്ധദ്രവ്യങ്ങളൊക്കെയായി പോകുന്ന കുബ്ജയെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്താണെന്നറിയോ? കാരണം അവൾക്ക് കൂനിയും സൗന്ദര്യവും ഇല്ലായിരുന്നു. മുതുകിലാണെങ്കിലോ കൂനുമായി പോകുന്ന അവളെ ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ അവളുടെ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം ഏവരെയും ആകർഷിച്ചിരുന്നു. അവൾ വളരെ നാൾക്ക് മുമ്പ് തന്നെ കൃഷ്ണൻ്റെ കഥകൾ കേട്ടു. അന്നു മുതലേ അവളുടെ മനസ്സിൽ കണ്ണൻ കയറിക്കൂടി. എന്നാൽ ഇത്രയും വിരൂപയും കൂനുള്ളവളുമായ അവളെ കണ്ണൻ സ്വീകരിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചു. കാരണം കണ്ണൻ്റെ രാധയുടെ സൗന്ദര്യത്തെ പറ്റി അവൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിനു മുന്നിൽ അവൾ ഒന്നുമല്ലാന്ന് അവൾ ധരിച്ചു. അതിനാൽ ആ പ്രേമം അവൾ മനസ്സിൽ തന്നെ വച്ചു. എന്നാലും എന്നും ചന്ദനം അരയ്ക്കുമ്പോൾ ആദ്യം അവൾ മനസ്സാ കണ്ണന് തൊടിയിക്കും. സുഗന്ധലേപനങ്ങൾ ആദ്യം കണ്ണന് സമർപ്പിക്കും. എന്നിട്ടേ അവൾ അത് കംസൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ കണ്ണൻ മധുരയിലേക്ക് വരുന്ന ദിവസം കുബ്ജ ചന്ദനവുമായി രാജധാനിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയം കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് അവൾ കേട്ടു. കൃഷ്ണനെ ദൂരെ നിന്ന് നോക്കിയെങ്കിലും ഒന്ന് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു. അവളുടെ മനസ്സ് അതിനായി തുടിച്ചു. അവൾ ഒഴിഞ്ഞൊരു കോണിൽ മാറി നിന്നു. ദൂരെ നിന്നും അവൾ കണ്ടു. അതിമനോഹരമായ രൂപഭംഗിയോടെ മനം മയക്കുന്ന ആകർഷണത്തോടെ കാർമേഘ നിറമാർന്ന ഉടലിൽ വനമാല ചാർത്തി പീലിത്തിരുമുടിയോടെ ജ്യേഷ്ഠൻ ബലരാമനൊപ്പം നടന്നു വരുന്ന കണ്ണൻ. അവളുടെ മനസ്സ് കണ്ണൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ കൊതിച്ചു. എങ്കിലും തൻ്റെ വൈരൂപ്യത്തെ അതിനൊരു തടസ്സമായി അവൾ കണ്ടു. കണ്ണനെ ഏവരും ആകാംക്ഷയോടെ നോക്കുന്നു. ചിലർ കണ്ണനെ വണങ്ങുന്നു, ചിലരാകട്ടെ അവൻ്റെ സൗന്ദര്യത്തെ വാഴ്ത്തുന്നു. എന്നാൽ കുബ്ജ കണ്ണനെ മാറി നിന്നുകൊണ്ട് കണ്ണു നിറയെ കാണാൻ ആഗ്രഹിച്ചു. കണ്ണൻ അടുത്തെത്തും തോറും കുബ്ജയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. കണ്ണൻ തൻ്റെ വികൃതമായ രൂപം കാണാതെ ഇരിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. ചേല കൊണ്ട് മുഖം മറച്ചു. എന്നാൽ അവൾക്കരികിലെത്തിയ കണ്ണൻ അവിടെ ഒന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു,
എന്താണ് ഈ സുഗന്ധം? എവിടെ നിന്നാണ് ഇത് വരുന്നത്? ആ സുഗന്ധം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഏതോ സുഗന്ധദ്രവ്യങ്ങളുടെ മനം മയക്കുന്ന ഗന്ധമാണത്. തന്നെ കണ്ണ കുബ്ജയിലേക്ക് അപ്പോൾ തന്നെ കണ്ണൻ കുബ്ജന്റെ അരികിലേക്ക് നടന്നു വന്നു. അവളോടായി ചോദിക്കൂ, ഹേ സുന്ദരി, നിന്റെ പക്കൽ എന്താണുള്ളത്? മനം മയക്കുന്ന ഗന്ധം നിന്റെ അരികിൽ നിന്നുമാണല്ലോ വരുന്നത്. അതു കേട്ട കുബ്ജ ഞെട്ടി. സുന്ദരിയെന്നോ? എന്നെ ആദ്യമായി തന്നെ വിളിച്ചത് സുന്ദരിയെന്ന് കണ്ണനാണല്ലോ. അവൾ വളരെ വിസ്മയത്തോടെ തല കുനിച്ചു പറഞ്ഞു, ഇത് കംസമഹാരാജാവിനുള്ള ചന്ദനവും സുഗന്ധദ്രവ്യങ്ങളുമാണ്. രാജധാനിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കേൾക്കെ കണ്ണൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അതിന് കംസന് കാഴ്ചവെക്കും മുമ്പേ നീ എനിക്കല്ലേ നൽകുന്നത്? എന്നും അങ്ങനെയല്ലേ? ഇന്നും അങ്ങനെയാവുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവളുടെ കയ്യിൽ നിന്നും അവ കരസ്ഥമാക്കി. ഭഗവാന് തൃപ്തിയായി. ഇത് കേൾക്കെ കുബ്ജയിൽ നിന്നും കണ്ണീർ പ്രവഹിച്ചു. കണ്ണന് വേണ്ടി അവൾ മനസ്സാ സമർപ്പിച്ചതൊക്കെയും കണ്ണൻ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നും താൻ ചന്ദനം അരയ്ക്കുമ്പോൾ കണ്ണന് മനസ്സാ തൊടിയിക്കുമായിരുന്നു. ആ സുഗന്ധദ്രവ്യങ്ങളെല്ലാം കണ്ണൻ്റെ കാൽക്ക് സമർപ്പിക്കുന്നതായി മനസ്സിൽ കണ്ടു. ഇതൊക്കെ താൻ വെറുതെ ചെയ്തതാണെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്തതാണ്. എന്നാലും ഭഗവാൻ അത് സ്വീകരിച്ചിരിക്കുന്നു. ചിന്തിച്ചപ്പോൾ അത് ആനന്ദം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ കണ്ണൻ അപ്പോഴേക്കും അവളുടെ അരികിലേക്ക് ചേർന്നു നിന്നു. കൂന് കാരണം ഉയരം കുറവായിരുന്ന അവൾക്ക് സ്വന്തം വൈരൂപ്യത്താൽ ശിരസ് കുനിച്ചു നിന്ന അവളുടെ താടിയിൽ ഭഗവാൻ കരങ്ങളാൽ പിടിച്ചു. ഒരു കരം അവളുടെ മുതുകിലെ കൂനിലും വച്ചു. എന്നിട്ടു താടിയിൽ മെല്ലെ ഉയർത്തി. ഒപ്പം ആ മുതുകിലെ കൂനിലും അമർത്തി. ആ ക്ഷണം തന്നെ അവളിലെ കൂന് അപ്രത്യക്ഷമായി. അവളുടെ മുഖം സൗന്ദര്യത്താൽ നിറഞ്ഞു. കൂന് മാറിയ അവളുടെ സൗന്ദര്യം കണ്ടു മധുരാവാസികൾ അമ്പരന്നു. അവളുടെ ഉയരം ഭഗവാന്റെ തോൾ ചേർന്നു. അവളുടെ രൂപമാറ്റം അവളെ അത്ഭുതപ്പെടുത്തി. അവൾ കൃഷ്ണൻ്റെ കാൽക്കൽ വീണു കരഞ്ഞു, നന്ദി പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവളെ പിടിച്ചുയർത്തി. എന്നിട്ട് അവളോട് പറഞ്ഞു, നിഷ്കളങ്കമായ പ്രേമം കൊണ്ട് നിത്യവും എനിക്കെല്ലാം സമർപ്പിച്ച നിന്റെ പ്രേമത്തിൽ ഞാൻ സംപ്രീതനാണ്. നിന്നിലെ വൈരൂപ്യം ഞാൻ സുന്ദരമാക്കി. ഇനി ഒരു വരം കൂടി ആവശ്യപ്പെടൂ. അത് കേൾക്കെ കുബ്ജ താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കണ്ണനെ കാണാനും ആ സാമീപ്യം അനുഭവിക്കാനുമുള്ള വരം ചോദിച്ചു വാങ്ങി. അങ്ങനെയാവട്ടെ എന്ന് ഭഗവാൻ വരവും നൽകി. എന്നിട്ട് ഭഗവാൻ യാത്രയായി. ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ഭക്തി ഭഗവാൻ ഒരിക്കലും കണ്ടില്ലെന്ന് വെക്കില്ല കേട്ടോ. എന്നെങ്കിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകും, എന്നും ഒപ്പം നിൽക്കും. അതാണ് കണ്ണൻ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.